ലഞ്ച് ബ്രേക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം അവിയൽ. ഓണത്തിന് വേണ്ടിയുള്ള അവിയൽ. അവിയലിന് വേണ്ടിയ സാധനങ്ങൾ: ഏത്തക്ക ഏറ്റവും 4-5 എണ്ണം കൂടുതലിടുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഒരു 4 ഏത്തക്ക, പച്ച ഏത്തക്ക, ഒരു നല്ല കഷ്ണം വെള്ളരി ചെത്തി വൃത്തിയാക്കിയത്, ഒരു വലിയ വഴുതനങ്ങ അല്ലെങ്കിൽ 2 വഴുതനങ്ങ ആയാലും മതി. ഇത് വലിയതായതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തുള്ളൂ. കുറച്ച് നല്ല പച്ചപ്പയർ, ഒരു 6-7 എണ്ണം മതി. 2 മുരിങ്ങയ്ക്ക, 2 കിഴങ്ങ്, ഒരു 3 ടൊമാറ്റോ, ഒരു ക്യാരറ്റ്, വെള്ളമുളക് കീറിയിടാനായിട്ടൊരു 4-5 ആവാം. അതേപോലെ തന്നെ കാഷ്യൂനട്ട് ഒരു 10-15 എണ്ണം അതിൻ്റെ കൂടെ. ഇനി അരപ്പിന് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. നല്ല ഒരു തേങ്ങ തിരുമിയത് ഫുള്ള്, ഒരു ബൗൾ ഫുള്ള് തേങ്ങ, ഒരു 7 പച്ചമുളക്, ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു 20 ചുമന്നുള്ളി, ഒരു ടീസ്പൂൺ ജീരകം, ഒരു 4-5 ഇല കരിയാപ്പില. ഇത്രയും സാധനമാണ് അവിയലിന് വേണ്ടിയത്. ഇനി ഇതിനെ നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം. അപ്പം അവിയലിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. പണ്ടത്തെ പഴമക്കാർ പറയാറുണ്ട് അവിയലിൻ്റെ അരിച്ചിലിന് പോലും വ്യത്യാസമുണ്ടെന്ന്. അപ്പം അരിച്ചിലനുസരിച്ചിരിക്കും അതിൻ്റെ രുചി. എല്ലാം നീളത്തിലരിയുക. അപ്പോൾ ഏറ്റവും പ്രയാസം വേവാൻ പാടുള്ള കായും ക്യാരറ്റുമാണ് നമ്മൾ ആദ്യം ഇടേണ്ടത്. അതിനുശേഷം ബാക്കിയുള്ള വെള്ളരിക്ക, തക്കാളി, പയർ, ബാക്കിയുള്ള കഷ്ണങ്ങൾ. ഇനി അരപ്പിൻ്റെ കൂടെയാണ് വേവാൻ ഏറ്റവും എളുപ്പമുള്ള കത്രിക്കയും മുരിങ്ങയ്ക്കയും കാഷ്യൂനട്ടും നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് അടുപ്പിലേക്ക് വെക്കുന്നത് നോക്കാം. ഒരു നല്ല ഉരുളി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി ഇത് അടുക്കി പിടിക്കാതിരിക്കണ്ടേ? നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് തടവാം. പാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്താൽ മതി. അത് കഷ്ണങ്ങൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി. അതോടൊപ്പം തന്നെ ഇച്ചിരി കരിയാപ്പില അങ്ങ് നടുവിലേക്ക് നിരത്തിയേക്കാം. സാധാരണ ഈ നടുഭാഗമാണ് നമ്മുടെ ഉരുളിയിൽ ഒട്ടിപ്പിടിക്കാനായിട്ട് ഇടവരുന്നത്. അപ്പം കഷ്ണങ്ങളൊന്നും ഒട്ടിപ്പിടിക്കാതെ വൃത്തിയായിട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കരിയാപ്പിലയും നിരത്തി. ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്തു. കായ, ബീൻ, ക്യാരറ്റ് എന്നിവ. അതിനുശേഷം വെള്ളരിക്ക, തക്കാളി, പച്ചമുളക്, പയർ, നല്ല കളർഫുള്ളായിരിക്കുന്നില്ലേ? ഓക്കെ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് വേകാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം വേവ് കുറവുള്ള വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, കാഷ്യൂനട്ട്സ് നടുവേ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തത്, ഉപ്പ് ഞാനൊരു 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അരപ്പിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ നിരത്തിയിട്ടതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുക.
അരപ്പ് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സാധനങ്ങൾ എല്ലാം ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. തേങ്ങായ, ചുമന്നുള്ളി, പച്ചമുളക്, ജീരകം, മഞ്ഞൾ പൊടി. ഇനി അരപ്പിൽ നന്നായിട്ടൊന്ന് വേവട്ടെ. ഇതിൽ കഷ്ണങ്ങൾ ആദ്യം നമ്മൾ വേവാനായിട്ടിടുമ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചാണ് വേവിക്കേണ്ടത്. അത് പറയാനായിട്ട് വിട്ടുപോകുന്നു. 1 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുന്നത്. 1 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുന്നത്. ഇനി എല്ലാ കഷ്ണങ്ങളും വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം കരിയാപ്പലയും കൂടെ പിച്ചിയിട്ട് തീ ഓഫ് ചെയ്യും. ഓക്കെ, അപ്പം സ്വാദിഷ്ടമായ അവിയൽ റെഡി.